Hi students, ഇന്ന് എടുക്കുന്നത് ഇഷ്യൂ ഓഫ് two classes of shares ആണ് ഇന്ന് എടുക്കുന്നത്. അതായത് when a company issues both equity shares and preference shares, the journal entries are written separately for each type of share capital. ഇപ്പോൾ നമ്മൾ എന്താ പറയുക ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമ്മുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യണത് ഒന്നെങ്കിൽ ഇക്വിറ്റി ആവാം, ചിലപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ തരികയാണെങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രിയിൽ നമ്മൾ എഴുതിയുന്ന ജേർണൽ എൻട്രി അതിൽ നമ്മുടെ ഷെയർ ക്യാപിറ്റലിലെ ജേർണൽ എൻട്രിയുടെ ഒപ്പം നമ്മൾ എന്തെന്ന് എഴുതണം, പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് എന്ന് നമ്മൾ സെപ്പറേറ്റ്ലി എഴുതണം. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്ലിക്കേഷൻ മണി റെസിപ്റ്റ് ഓൺ അപ്ലിക്കേഷൻ മണി എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്നാണല്ലോ അതിൻ്റെ ജേർണൽ എൻട്രി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താന്ന് വെച്ചാൽ ഇപ്പോൾ അത് ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ഷെയർ എന്നാണ് തരികയാണെങ്കിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് എഴുതണം. ഇനി അത് പ്രിഫറൻസ് ഷെയർ ആയിട്ടാണ് തരികയാണെങ്കിൽ അപ്പോൾ ഇനി ഓൺ ആക്സെപ്റ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതണം. അതായത് ഷെയർസിൻ്റെ മുമ്പിൽ നമ്മൾ പ്രിഫറൻസ് എന്നോ അല്ലെങ്കിൽ ഇക്വിറ്റി എന്നോ എഴുതണം ഓൺ ഷെയർ ക്യാപിറ്റൽ. അതാണ് ഇതിലിപ്പോൾ പറയണത്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ പ്രിഫറൻസ് ആണ് തരികയാണെങ്കിൽ പ്രിഫറൻസ് എഴുതണം, ഇക്വിറ്റി ആണ് തരികയാണെങ്കിൽ ഇക്വിറ്റി എഴുതണം. ഇനി അതല്ല ഇതൊന്നും തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഷെയർസ് എന്ന് തന്നെ എഴുതിയാൽ മതി. In order to distinguish one type of shares from other, the name of the share in equity must be written in the word share. Example, equity share capital account. ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് എന്തെന്നുള്ളത് ഇഷ്യൂ ഓഫ് അതായത് നമ്മുടെ മറ്റേ ജേർണൽ എൻട്രിയിൽ ഒന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇതിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് തന്നുകൊണ്ടാണ് നമ്മളത് ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഫ്രാക്ഷൻ ഓഫ് ഷെയർസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ 1/2, 3/3 അങ്ങനെയൊക്കെ കിട്ടില്ലേ, ഹാഫ് അതിനെ 1/3 ആവാം, 3/4 അങ്ങനത്തെ ഒരു കേസസാണ് എന്തെന്നാണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞത്. ഈ ഫ്രാക്ഷൻ ഷെയർസ് റെഫേഴ്സ് യൂണിറ്റ് ഓഫ് ഷെയർ ദാറ്റ് ലെസ് ദാൻ 1 ഫുൾ ഓഫ് ഷെയർസ്. ഒരു ഫുൾ ഓഫ് ഷെയർസ് അല്ലാത്ത അതിൻ്റെ പകുതിനെ പറയുന്നതാണ് എന്തെന്നാണ് ലെസ് ദാൻ 1 ഓഫ് ഷെയർസ്. ഒരു ഷെയർ എന്താ പറയുക 1-നേക്കാളും കുറവുള്ള ഷെയർസിനെ പറയണതാണ് എന്തെന്നാണ് ഫ്രാക്ഷൻ ഷെയർസ് എന്ന് പറഞ്ഞത്. ഒരു ഷെയർ അല്ലാണ്ട് അതിനേക്കാൾ കുറവുള്ള, ഇപ്പോൾ 1/2 ആവാം, 3/4 ആവാം, അത് അങ്ങനത്തേനെ പറയണതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് ഷെയർസ് എന്ന്. ഫ്രാക്ഷൻ ജനറലി കം ഔട്ട് ഫ്രം സ്റ്റോക്ക് സ്പ്ലിറ്റ്, ബോണസ് ഷെയർസ് ആൻഡ് സിൽവർ കോർപ്പറേറ്റ് ആക്ഷൻസ്. നമുക്ക് ഷെയർസ് ചെയ്യാൻ പറ്റും അങ്ങനെ, പക്ഷേ ഇതൊന്നും പോസിബിൾ അല്ല. ഷെയർസിൽ പറ്റുമെങ്കിൽ പോലും സ്റ്റോക്കിൽ ഇങ്ങനെ ഹാഫാക്കി കൊടുക്കാൻ പറ്റില്ല. സോ പിന്നെ ഇത് എപ്പോഴും ഇങ്ങനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നിന്ന് അല്ലെങ്കിൽ ബോണസ് ഷെയർസ് എന്ന് അല്ലെങ്കിൽ സിമിലർ കോർപ്പറേറ്റ് ആക്ഷൻസ് എന്നൊക്കെ ആയിരിക്കും ഇത് ജനറേറ്റ് ചെയ്യണത്. ഫ്രാക്ഷൻ ഷെയർസ് കനോട്ട് ബി അക്വയർഡ് ഫ്രം സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരിക്കലും കിട്ടില്ല, ഫ്രാക്ഷൻ കിട്ടില്ല. അതായത് ഹാഫ് ആക്കിയിട്ട് ഷെയർസ് എന്ത് വന്നാലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടില്ല. ദേ ഹാവ് വാല്യൂ ടു ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്ററിന് വാല്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് സെയിൽ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതാണ് ഫ്രാക്ഷൻ ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഷെയർസ് ലെസ് ദാൻ 1 ഷെയർസിനെ പറയണതാണ് എന്തെന്നാണ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞത്. ഇത് ഫുൾ ഷെയർസ് 1 ഫുൾ ഷെയർസിൻ്റെ കുറവ്, ലെസ് ദാൻ 1 ഫുൾ ഷെയർസിൻ്റെ ഒരു ഫുൾ ഷെയറിൻ്റെ കുറവ് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും 1 ഷെയർസ് ഫുള്ളായിട്ട് കൊടുക്കുന്നതല്ലേ, അതിനേക്കാൾ കുറവ് ഷെയർസ് കൊടുക്കുന്നതിനെ പറയണതാണ് എന്തെന്നാണ് ഫ്രാക്ഷൻ ഷെയർസ് എന്നാണ്. ഒരു ഷെയർ എന്നല്ല, ഒരു ഫുൾ ഷെയർസ് എന്താ പറയണത് കുറയണത്, ആ ഷെയറിൻ്റെ പകുതി കൊടുക്കുന്നതിനെ പറയണതാണ് എന്തെന്ന് പറഞ്ഞത് ഫ്രാക്ഷൻ ഷെയർസ് എന്ന് പറയണത്. ഇനി ഫ്രാക്ഷൻ ഷെയർസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹാസ് ഓൾറെഡി സ്റ്റേറ്റ് ദാറ്റ് ഫ്രാക്ഷൻ ഷെയർ കനോട്ട് ബി സോൾഡ് ഇൻ മാർക്കറ്റിൽ സോൾഡ് ചെയ്യില്ല എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ഫ്രാക്ഷൻ ഷെയർസ് ഒരിക്കലും സെയിൽ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. യൂഷ്വലി ദ കമ്പനി ബൈസ് ദ ഫ്രാക്ഷൻ ഷെയർസ് ഫോർ ക്യാഷ് ഫ്രം ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് എന്താ ചെയ്യുക, കമ്പനി എന്ത് ചെയ്യും, ഫ്രാക്ഷൻ ഷെയർസ് ക്യാഷ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് മേടിക്കും.
ദ കമ്പനി അപ്പോയിൻറ്റ് എ ട്രസ്റ്റി ടു ബൈ ദ ഫ്രാക്ഷൻ ഷെയർസ് ഫോർ ദി ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ കമ്പനി എന്താ ചെയ്യുക, ഒരു ഫ്രാക്ഷൻസ് ഒരു ട്രസ്റ്റീനെ രൂപപ്പെടുത്തിയിട്ട് അയാൾ മുഖാന്തരമായിരിക്കും എന്തെന്ന് ഫ്രാക്ഷൻ ഷെയർസ് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് മേടിക്കേണ്ടാവുക. ദ ട്രസ്റ്റ് വിൽ പേ ക്യാഷ് ഫോർ ദോസ് ഫ്രാക്ഷൻ ഷെയർസ് ടു ദി ഇൻവെസ്റ്റേഴ്സ്. ട്രസ്റ്റ് തന്നെയായിരിക്കും കമ്പനി കമ്പനി നിയമിക്കപ്പെട്ട ട്രസ്റ്റി ആയിരിക്കും ഇവർക്ക് ക്യാഷിൽ നിന്ന് ആ ഷെയർസ് മേടിക്കുക. അതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫ്രാക്ഷൻ ഷെയർസ് എന്നുള്ളത്. ദ ഓൺലി വേ ടു സെൽ ഫ്രാക്ഷൻ ഷെയർസ് ഇസ് ത്രൂ മേജർ ബ്രോക്കറേജ് ഫേം. അതായത് ബ്രോക്കറേജ് ഫേമിന്നായിരിക്കും ഷെയർസ് സെല്ല് ചെയ്യുക, ഫ്രാക്ഷൻ സെയിൽസ് കൂടുതലും സെല്ല് ചെയ്യുക, അങ്ങനത്തെ രീതിയിലായിരിക്കും. ഇനി എന്തൊക്കെ വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ഫ്രാക്ഷൻ ഷെയർസ് അറൈസ്? എങ്ങനത്തെ സർക്കംസ്റ്റാൻസസിലാണ്, എന്തൊക്കെ സാഹചര്യത്തിലാണ് നമ്മുടെ ഷെയർസ് ഫ്രാക്ഷനായിട്ട് മാറണത്? ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് സ്പ്ലിറ്റ്സ്. അതായത് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കോമ്പിനേഷൻ ഓഫ് ഷെയർസ്, അല്ലെ ഷെയർസിൻ്റെ ഒരു വലിയ കോമ്പിനേഷനെ പറയണതാണ് എന്തെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആവണ കേസസിൽ ചില സമയം സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റും. സ്റ്റോക്ക് എന്താ പറയുക, സ്പ്ലിറ്റ് ആവണ കേസസിൽ നമ്മുടെ ഷെയർസ് എന്താണ് ഫ്രാക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇറ്റ് മീൻ ഡിവിഷൻ ഓഫ് സ്റ്റോക്ക് അറ്റ് ഹാപ്പൻസ് അപ്പം ഫ്രാക്ഷൻ ഷെയർസ് വുഡ് ബി അപ്പിയർ. അതായത് നമ്മൾ ഈ സമയത്ത്, അതായത് ഫ്രാക്ഷൻ നമ്മുടെ സ്റ്റോക്ക് സ്പ്ലിറ്റപ്പ് ആവുകയാണെങ്കിൽ വേർതിരിക്കുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുക, അത് മേടിക്കാൻ ഇതാണ് അലൗഡാണ്. ആ സമയത്ത് എന്താണ് ഷെയർസ് ചിലപ്പോൾ എന്താണ് സ്പ്ലിറ്റപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഷെയർസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഷെയർസ് ആണല്ലോ. സോ അത് സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഫ്രാക്ഷൻ അറൈസ് ചെയ്യാം. മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ബിറ്റ്വീൻ കമ്പനി മേ ഓൾസോ റിസൾട്ട് ഫ്രാക്ഷൻ ഷെയർസ്. മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ, മെർജർ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനികൾ എന്താ പറയുക, ചിലപ്പോൾ നാമത്തിൽ അവർ രണ്ട് കമ്പനികൾ കൂടി ചേർന്നിട്ട് ഒരൊറ്റ കമ്പനി ആവണതിന് പറഞ്ഞാണ് മെർജർ. അക്വിസിഷൻ എന്ന് പറഞ്ഞത് ഒരു വലിയ കമ്പനി ചെറിയ കമ്പനികളെ ഏറ്റെടുത്ത് നടക്കുന്നതിന് പറയുന്നതാണ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ. അവരുടെ അസറ്റും ഓണർഷിപ്പും എല്ലാം ഈ കമ്പനികൾക്ക് കിട്ടും. ഇനി തുറന്ന് നമുക്ക് ഇനിയുള്ള ഇതിലൊക്കെ പറയാം. അങ്ങനെ ചെയ്യുന്ന സമയത്തും നമ്മുടെ ഷെയർസ് എന്താ പറയുക ഫ്രാക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കൊടുത്ത് തീർക്കുന്ന സമയത്ത് അവിടെ ഷെയർസ് എന്താ പറയുക ഇങ്ങനെ ഫ്രാക്ഷൻ ആവാനും ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ്റെ കേസസിൽ, സ്റ്റോക്ക് സ്പ്ലിറ്റ്സിൽ. ദെൻ നെക്സ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഡിവിഡൻഡ് സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇനി മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഡിവിഡൻഡ് സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അതായത് മ്യൂച്വൽ ഫണ്ട്സ് പല ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ. ആ ഷെയർസ് ഡിവിഡൻഡ് ടു ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇപ്പോൾ ഫ്രാക്ഷൻ ഷെയർസ് അറൈസ് ഡിവിഡൻഡ് ടു റീഇൻവെസ്റ്റ്മെൻറ്റ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ചില സമയത്ത് ആ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് ചിലപ്പോൾ കൃത്യമായിട്ട് ആ പ്രോഫിറ്റ് കമ്പനിക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് ആവണമെന്നുണ്ടാവില്ല, ചിലപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഡിവിഡൻഡ് കിട്ടണമെന്നുണ്ടാവില്ല. ഡിവിഡൻഡ് ചിലപ്പോൾ സഫിഷ്യൻ്റായിട്ട്. അപ്പോൾ ആ സമയത്ത് അതായത് ചിലപ്പോൾ കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ ഉണ്ടാവില്ല, അതായത് ഡിവിഡൻഡ് അവർക്ക് അത്ര കൊടുക്കാനുള്ള അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ അവരെന്താണ് അതിങ്ങനെ ഫ്രാക്ഷൻ രീതിയിലായിട്ടായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് അവർ കൊടുക്കാൻ, അവരുടെ ചിലപ്പോൾ അത്ര സഫിഷ്യൻ്റായിട്ടുള്ള പ്രോഫിറ്റ് ആ സമയത്ത് കിട്ടിയെന്ന് വരില്ല. ആ സമയത്ത് അവരെന്താ ചെയ്യണത്, അത് അവർക്ക് ഡിവിഡൻഡായിട്ട് ചിലപ്പോൾ ഫ്രാക്ഷൻ രീതിയിലായിരിക്കും ചിലപ്പോൾ ഷെയർസ് കൊടുക്കുന്നുണ്ടാവും. അടുത്തത് റിഡക്ഷൻ ആൻഡ് കൺസോളിഡേഷൻ ഓഫ് ഷെയർസ്. അതായത് ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക റിഡക്ഷൻ, ഇപ്പോൾ കമ്പനിക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് ഇല്ലാണ്ട് കമ്പനിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ 10 ഷെയർസിൻ്റെ ആവശ്യം കൊടുക്കണമെങ്കിൽ 110 വരെ അവർ കൊടുത്തെങ്കിൽ 111ാമത്തെ ഒരു ഷെയർ വരുന്ന സമയത്ത് ഒന്നാമത്തെ ഷെയർ, ആ 11ാമത്തെ ഷെയർ അവരെന്താ ചെയ്യുക, ഇതുപോലെ ഫ്രാക്ഷനായിട്ട് അവർക്ക് കൊടുക്കും. അതാണ് റിഡക്ഷൻ ആൻഡ് കൺസൾട്ടേഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞത്. റിസർവ് സ്റ്റോക്ക് സ്പ്ലിറ്റ്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റോക്കുകളൊക്കെ സ്പ്ലിറ്റായിട്ട് കിടക്കുന്ന സ്റ്റോക്കുകൾ ചിലപ്പോൾ വീണ്ടും ഒരുമിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ആ സമയത്തും ഷെയർസ് ചിലപ്പോൾ ഫ്രാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് എന്തെന്ന് റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നാണ്. ഫ്രാക്ഷൻ ഷെയർസ് ആയിട്ട് റിസർവ് സ്റ്റോക്ക് വിത്ത് നമ്പർ ഓഫ് ഷെയർസ് റെഡ്യൂസ് ഇൻ ഓർഡർ ടു എലിമിനേറ്റ് സ്മോൾ
ഷെയർസ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ സ്പ്ലിറ്റപ്പായി കിടക്കുന്ന ആ ഷെയർസ് വീണ്ടും റിവേഴ്സ് ചെയ്യണ സമയത്തും ഫ്രാക്ഷൻസ് അറൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി അണ്ടർ സബ്സ്ക്രിപ്ഷൻ, ഓവർ സബ്സ്ക്രിപ്ഷൻ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർ. സംടൈം ദ അപ്ലിക്കേഷൻ ഫോർ ഷെയർ റിസീറ്റ് വിൽ ബി ലെസ് ദാൻ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്. ഇപ്പോൾ നമ്മുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യാണ്, ഇപ്പോൾ ഒരു 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്യാമെന്ന് വയ്ക്കുക. പക്ഷെ 10,000-നേക്കാൾ കുറവ് ഒരു 6,000 അല്ലെങ്കിൽ ഒരു 7,000 ഷെയർസ് അപ്ലിക്കേഷൻ വരുന്നതിന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയുക, 10,000 എന്താ പറയുക ആൾക്കാരെ കല്യാണത്തിന് വിളിച്ചു, പക്ഷേ 8,000 പേര് വരുന്നുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക 7,000 പേരെയാണ് വന്നിട്ടുള്ളൂ എന്നൊക്കെ. അപ്പം ആ ഷെയറിനേക്കാൾ കുറവ് ഇതിനാവണമെന്ന് പറയുള്ളൂ എന്തെന്നാണത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുള്ളൂ. അപ്ലിക്കേഷൻ മനസ്സിലായല്ലോ. അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തു, ഷെയർസ് ഇഷ്യൂ ചെയ്തത് അത് 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്തെങ്കിൽ 10,000-നേക്കാൾ കുറവ് വരുന്ന ഷെയർസ്, ഒരു എക്സാമ്പിളായിട്ട് 10,000 എന്ന് ഉദ്ദേശിക്കുന്നത്, അതിനേക്കാൾ കുറവ് ഷെയർസ് അപ്ലിക്കേഷൻ വരുന്നതിന് പറയുന്നതാണ് ഇത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർ. സംടൈം ദ അപ്ലിക്കേഷൻ ഓഫ് ഷെയർസ് റിസീവ്ഡ് വിച്ച് ലെസ് ദാൻ ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്. ഇനി അണ്ടർ സബ്സ്ക്രിപ്ഷൻ, ഓവർ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കുറേ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാൻ കാരണം. This is called under sub. For example, a company issued 10,000 shares to public. 10,000 രൂപ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. ബട്ട് അപ്ലിക്കേഷൻ റിസീവ്, പക്ഷേ അപ്ലിക്കേഷൻ എത്രയാണ് റിസീവ് ചെയ്തത്? 8,000 ഷെയർസിനാണ് അവർ അപ്ലിക്കേഷൻസ് വന്നുള്ളൂ. സോ അങ്ങനത്തെ കേസിനെ പറയുന്നതാണ് എന്തെന്നാണ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് പ്രോബ്ലം ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. സോ എന്താ പറയുക, കുറച്ചും കൂടി നമ്മൾ അലേർട്ടായിട്ടിരിക്കുന്ന പ്രോബ്ലംസാണ് ഇനി വരാൻ പോണത്. ഇനി in the case of public and application received for 8,000 shares, it is in the case of under subscription. In such a case, the allotment will be equal to the number of shares subscribed. Allotment നമ്മൾ ആ ആപ്ലിക്കേഷൻ തന്നതനുസരിച്ചിട്ട് തന്നെയാണ് കൊടുക്കുക എങ്കിലും not shares issued according to the entries made on basis of shares subscribed or applied. നമ്മൾ ഷെയർസ് എത്ര പേരാണ് അപ്ലൈ ചെയ്തത് അതനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. എത്ര ആപ്ലിക്കേഷൻ വന്നാൽ അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. Next, an over subscription of share. Sometimes application of for shares received will more than number of shares issued. ചിലപ്പോൾ അപ്ലിക്കേഷൻസ് ഇഷ്യൂ ചെയ്തതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് വന്നത് ഷെയർസ് വന്നപ്പോൾ ഇപ്പോൾ 1,000 പേരെ കല്യാണത്തിന് വിളിച്ചിട്ട് 1,500 പേര് വരുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ 10,000 ഷെയർ വെച്ചിട്ട് അതൊരു 20,000 ആപ്ലിക്കേഷൻ വരുന്നത്. Sometimes the application of share received will more than the number of shares issued. This is called oversubscription. Thus, oversubscription means receiving excess application for shares over the shares issued by the company. Excess ആയിട്ട് ഷെയർസ് കമ്പനിയിലേക്ക് വരുന്നതിനെ പറയണതാണ് എന്തെന്നാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്നാണത്. ജനറലി ഇറ്റ് ഹാപ്പൻസ്. ഇത് ഇങ്ങനെ വരാൻ കാരണം ചിലപ്പോൾ കമ്പനിയുടെ ഒരു ഗുഡ് വില്ല് അല്ലെങ്കിൽ നല്ലൊരു റെപ്യൂട്ടേഷൻ കമ്പനി അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ ഒരു വിശ്വാസം ആ കമ്പനിയിലുള്ളതുകൊണ്ടായിരിക്കാൻ വരാൻ ചാൻസ്. ദ കമ്പനി ക്യാൻ അലോ ഷെയർസ് ഓൺലി അപ്പ് ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്. എത്രയാണ് അലോട്ട് ചെയ്ത് അത് മാത്രമാണ് അവർ എമൗണ്ട് എടുക്കുള്ളൂ. ഇൻ അതർ വേർഡ് ദർ ഈസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇഷ്യൂ ഷെയർസ് ഓൾ അപ്ലിക്കൻസ്. അതേപോലെ തന്നെ എല്ലാ അപ്ലിക്കൻസിനും ചിലപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇതിൻ്റെ ഒരു കണക്കുകളാണ് ഇനി വരുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടി കൂടുതലായിട്ട് മനസ്സിലാവാം. ഇനി ഓവർ സബ്സ്ക്രിപ്ഷൻ ആകുമ്പോൾ 3 ഓപ്ഷൻസാണ് വരാൻ പോണത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം, ബാക്കി ലേറ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 3 ഓപ്ഷൻസാണ് ഉള്ളത് ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ ആവുന്ന സമയത്ത്. ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ അലോട്ട്മെൻറ്റ് ടു ആപ്ലിക്കേഷൻ ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ആൻഡ് ടോട്ടലി റിജക്ട് ദ എക്സസ് ആപ്ലിക്കേഷൻസ്. ഇപ്പം നമ്മൾ 10,000 ആപ്ലിക്കേഷൻ മേടിക്കണമെങ്കിൽ ആ 10,000 മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ റിജക്റ്റ് ചെയ്യുക, അവർക്ക് തിരിച്ച് എമൗണ്ട് കൊടുക്കുക. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ ചെയ്യേണ്ടത്. ആദ്യത്തേത് നമുക്ക് എത്രയാണോ വേണ്ടത് ആ അപ്ലിക്കേഷൻ മാത്രം, ഇപ്പോൾ എത്രയാണ് പറഞ്ഞിരിക്കണത്, 10,000 പറഞ്ഞിരിക്കുന്നത്, ആ 10,000 മാത്രം സ്വീകരിച്ച് ബാക്കിയുള്ളതൊക്കെ റിജക്റ്റ് ചെയ്യുക. ഈ 10,000 കണക്ക് എന്ന് പറയുന്നത് ഞാൻ എക്സാമ്പിളാട്ടോ പറയണത്. അപ്പോൾ എത്രയാണോ അപ്ലിക്കേഷൻ വേണ്ടത് അത് മാത്രം സ്വീകരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ റിജക്റ്റ് ചെയ്യുക. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ
proportion or pro rata allotment to all the participants. അതായത് ഫ്രാക്ഷൻ രീതിയിൽ അത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. തേർഡ് കേസ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ, അതായത് ഒന്നെങ്കിൽ റിജക്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ പ്രൊറാറ്റയുടെ ബേസിലും ചെയ്യുകയാണ്. അതാണ് തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞത്. ഇനി ഫസ്റ്റ് ഓപ്ഷൻ, നമ്മളിനി ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യണത്. വെൻ director decide to accept the application equal to the number of shares issued or offered and rejected totally excess application, the application money received on rejected application are refunded. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്രയാണോ ആക്സെപ്റ്റ് ചെയ്യുക, എത്രയാണോ അപ്ലിക്കേഷൻസ് വേണ്ട, ആ അപ്ലിക്കേഷൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എക്സസ് ആയ അപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യുക. എന്നിട്ട് അവർക്ക് അത് റീഫണ്ട് ചെയ്യാം. അപ്ലിക്കേഷന് അവർ പൈസ അടച്ചിട്ടുണ്ടാവുമല്ലോ, അത് ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ട് ആവശ്യമില്ലാത്ത ആൾക്കാരെ റിജക്റ്റ് ചെയ്തിട്ട് അവർക്ക് അത് തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുക്കുക. ദ ജേർണൽ എൻട്രി റീഫണ്ട് ഓഫ് മണി റിസീവ്ഡ് ഓൺ എക്സസ് ആപ്ലിക്കേഷൻ ഈസ്, എക്സസ് ആയ നമ്മളതിന് പറയുക ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. എക്സസ് ആയിട്ട് വരികയാണ് സമയത്ത് എക്സസ് ആയിട്ട് അപ്ലിക്കേഷൻ വരികയാണെങ്കിൽ, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് എക്സസ് ആയിട്ടാണ് ഷെയർ വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് എന്ന്. ദെൻ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. എക്സാമ്പിൾ 5. A Limited has authorized capital of 5 lakh dividend into shares of 10 each. The company issued 20,000 shares at par. 20 ഷെയർസാണ് അവർക്ക് എന്താണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് അല്ലേ? 20,000 ഷെയർസ് അറ്റ് പാർ വിച്ച് ഈസ് പേയബിൾ. അവർ പേ ചെയ്തേക്കുന്നത് അപ്ലിക്കേഷന് 3 രൂപ, അലോട്ട്മെൻറ്റ് 2 രൂപ, ഫസ്റ്റ് കോളിന് 2.50, അതായത് 2 രൂപ 50 പൈസ, ഓൺ ഫൈനൽ കോളിനും 2 രൂപ 50 പൈസ. ഇതാണ് ഇതിന് പേ ചെയ്യണത്. ആപ്ലിക്കേഷൻ were received. അപ്ലിക്കേഷൻസ് എത്ര റിസീവ്ഡ്? 25,000 ഷെയർസ്. ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തേക്കുന്നത് എത്ര ഷെയർസാണ് വേണ്ടത്? 20,000 ഷെയർസ് ആയിരുന്നു വേണ്ടത്. അതിൽ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തത് എത്രയാണ്? 25,000. അപ്പോൾ 5,000 ഷെയർസ് എന്താണ്? കൂടുതലാണ് അല്ലേ? നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷനാണ് നോക്കുന്നത്. സോ ഇവിടെ നമ്മൾ ആപ്ലിക്കേഷനിൽ റിസീവ് ചെയ്തേക്കുന്നത് എത്രയാണ്? 25,000 ഷെയർസ്. അപ്പോൾ 5,000 ഷെയർസ് എന്താണ്? കൂടുതലാണ്. ആപ്ലിക്കേഷൻ മണി ഓൺ 5,000 ഷെയർസ് വെർ റീഫണ്ടഡ്. അപ്പോൾ എന്താ ചെയ്യണം? ആപ്ലിക്കേഷന് 5,000 ഷെയർസ് എന്താ ചെയ്യണം? അവർ റീഫണ്ട് ചെയ്യാണ് അല്ലേ? തിരിച്ച് അവർ കൊടുക്കുകയാണ് ചെയ്യണത് അല്ലേ? അവർക്ക് വേണ്ട. നമ്മൾ ഫസ്റ്റ് ഓപ്ഷനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നത്, നമ്മൾക്ക് റിജക്റ്റ് ചെയ്യാമെന്നുള്ള ഓപ്ഷനായിരുന്നു. ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ ചെയ്യുന്നത്, അത് റിജക്റ്റ് ചെയ്യണം. 5,000 അവർ റീഫണ്ട് ചെയ്യണം, അവർ തിരിച്ചു കൊടുക്കുകയാണ്. ദ ഇഷ്യൂഡ് ഷെയർ വെർ അലോട്ടഡ് റിമൈനിങ് അപ്ലിക്കേഷൻസ്. ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള 20,000 ആപ്ലിക്കേഷൻസ് മാത്രമാണ് അവർ അലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾ മണി വെർ ഡ്യൂലി റിസീവ്ഡ്. ബാക്കിയുള്ളതൊക്കെ റിസീവ് ചെയ്തു. പാസ് നെസസറി ജേർണൽ എൻട്രി. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഞാൻ പറഞ്ഞതല്ല, നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്നും കൂടി വായിച്ചു നോക്കുക. നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഇതിൻ്റെ നമ്മൾ സാധാരണ ചെയ്ത ആപ്ലിക്കേഷൻ അതേപോലെ തന്നെ നമ്മൾ ഇപ്പം എന്താണ് നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തതെന്ന് അതേപോലെ തന്നെയാണ് അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ. അത് നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടാട്ടോ ഞാൻ ഈ സൊല്യൂഷൻ പറഞ്ഞു തരുന്നത്. അതിൽ എത്ര രൂപയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തേക്കണത്? നമ്മൾ 25,000 ആപ്ലിക്കേഷൻസ് വന്നു അല്ലേ? 25,000 ഇൻറ്റു 3 അപ്പോൾ എത്ര? 75,000 അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ജേർണൽ എൻട്രി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബാങ്ക് ആപ്ലിക്കേഷൻ അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എത്രയൊക്കെയാണ് ആപ്ലിക്കേഷൻ വന്നത്? നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യനിൽ പാറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീമിയം അല്ല പാറാണ്. അപ്പോൾ നമുക്ക് എത്ര രൂപയ്ക്ക് ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്? 25,000 രൂപയ്ക്കാണ് ആപ്ലിക്കേഷൻസ് വന്നേക്കണേ അല്ലേ? റിസീവ്ഡ് ഫോർ 25,000 ഷെയർസ്. അപ്പോൾ 25,000 ഇൻറ്റു 3 എത്രയാണ്? 75,000 കിട്ടും. നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യണത്? കിട്ടുകയാണ്. അപ്പോൾ എന്താണ് ചെയ്യണത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് മാത്രമാണ് ഇച്ചിരി ഡിഫറെൻ്റ് ഉണ്ടാവുക. കാരണം എക്സസ് ആയുള്ള ഇപ്പോൾ നമ്മളെ ജേർണൽ എൻട്രി പറഞ്ഞു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ആണെന്ന്. ഇപ്പോൾ നമ്മൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്
ടു ബാങ്ക്, അങ്ങനെ എഴുതാണ് എളുപ്പം. നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാം. നമുക്ക് സെപ്പറേറ്റ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. പക്ഷേ ഇത് ഒറ്റയടിക്ക് നമുക്ക് എഴുതി തീർക്കാനാണ്. അതാണ് ജേണൽ എൻട്രി വരുന്നത്. അപ്പം ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്, ഷെയർ ആപ്ലിക്കേഷൻ എത്രയൊക്കെയാണ് ഷെയർ നമ്മൾ അപ്ലിക്കേഷൻ ചെയ്തേക്കണത്? എത്രയാണ്? 25,000 ഇൻറ്റു എത്രയാണ്? 3, 75,000. ഷെയർ ക്യാപിറ്റൽ നമ്മൾ എത്രയാണ് സ്വീകരിക്കാനുള്ളത്? 20,000 നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ 20,000 ഇൻറ്റു എത്രയാണ്? 3, എത്രയാ? 60,000. ടു ബാങ്ക് അക്കൗണ്ട്, ബാങ്കിലേക്ക് എത്രയാണ്? നമ്മൾ എത്ര എക്സസ് ആയ ഷെയർസ് എത്ര എണ്ണമാണ് ഉള്ളത്? 5,000 ഷെയർസാണ്. നമ്മളത് റീഫണ്ട് ചെയ്യണതാണ്. റീഫണ്ട് ചെയ്യുക എത്ര എണ്ണമാണ്? 5,000 ഷെയർസാണ് നമ്മൾ റീഫണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5,000 ഇൻറ്റു 3 എത്രയാണ്? 15,000. 60,000 പ്ലസ് 15,000 75,000 കിട്ടണില്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ ജേണൽസ് നോക്കുക. അപ്പോൾ ഇത് മനസ്സിലായോ ജേണൽ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് റെസിപ്റ്റ് ആകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ, അത് എത്രയാണ്? 75,000, അതായത് 25,000 ഇൻറ്റു 3 75,000 ടു രണ്ടാമത്തതാണ് നമ്മൾ അത് ചെയ്യണത്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ബാലൻസ് നമ്മൾ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യണത് സെക്കൻഡ് ഇതിലാണ്. നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ റിജക്റ്റ് ചെയ്യണത് ആ സമയത്താണല്ലോ. അപ്പോൾ എത്രയാണ് റിജക്റ്റ് ചെയ്യണം? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ആക്ട് എത്ര ആപ്ലിക്കേഷനാണ് നമ്മൾ സ്വീകരിച്ചത്? 75,000. എത്ര ഷെയർ ക്യാപിറ്റലാണ് നമുക്ക് വേണ്ടത്? നമുക്ക് എത്രയാണ് ഷെയർസ് വേണ്ടത്? 20,000 ഇൻറ്റു എത്രയാണ്? 3, 60,000 അല്ലേ? നമുക്ക് അത്രയാണ് വേണ്ടുള്ളൂ. നമ്മൾ എത്രയാണ് അത് റീഫണ്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടത് എത്രയാണ്? അപ്പോൾ 5,000 പോവാണ്. 5,000 ഇൻറ്റു 3 നമ്മൾ റീഫണ്ട് ചെയ്യണത് 5,000 ഷെയർസ് ആണല്ലോ എക്സസ്. അപ്പം 5,000 ഇൻറ്റു എത്ര ആപ്ലിക്കേഷൻ? 3 രൂപ. എത്ര ആപ്ലിക്കേഷൻ്റെ രൂപ? 3 രൂപ. അപ്പം 5,000 ഇൻറ്റു 3 എന്നാണ് 15,000 രൂപ. നെക്സ്റ്റ് സാധാ പോലെ തന്നെ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ആക്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ് അലോട്ട് ചെയ്തേക്കണത്? സാധാ എമൗണ്ട് അലോട്ട് ചെയ്തേക്കുന്നത് 20,000-ൻ്റെ 2 40,000. അതുപോലെ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 40,000. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ആക്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? 20,000 ഇൻറ്റു 2.50 എന്ന് പറഞ്ഞത് 50,000. പിന്നെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റഡ് ടു ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 50,000. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ആക്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ 50,000. ബാങ്ക് ആൻഡ് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ അക്കൗണ്ട് ആക്റ്റഡ് ടു 5,000. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ നമ്മൾ ഇത്ര ചെയ്ത് അതേപോലെ തന്നെ ബാക്കിയുള്ളത്. അതിലേറ്റവും ഉള്ളത് എന്ന് പറഞ്ഞത് നമ്മൾ റീഫണ്ട് ചെയ്യണത് മാത്രം ഈ ജേണൽ ഒപ്പം എഴുതിയാൽ മതി, സെപ്പറേറ്റ് ചെയ്ത് ചെയ്യണ്ട. അപ്പോൾ ഇതാണ് ഉള്ളത്. അപ്പോൾ ഇത് കേൾക്കുക, ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഇതുവരെ നമ്മൾ നോക്കിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ സാധാ രീതിയിൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് കോളും നേരത്തെ പാറ് പോലെ ചെയ്ത് അതേപോലെ തന്നെ ഇതും ചെയ്യാം. അപ്പോൾ താങ്ക് യു.